നമ്മളിന്ന് കയറാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ചൊക്രമുടിയിലേക്കാണ്. അങ്ങനെ വെളുപ്പിന് നമ്മൾ 5:15 തന്നെ ഇവിടെ എത്തി. ഒരാൾക്ക് 500 രൂപ കൊടുത്തിട്ട് വേണം ഈ മല കയറാൻ. നിങ്ങൾ വരുവാണെങ്കിൽ ഒരു 5-5:15 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുക. അത്യാവശ്യം നീണ്ട ക്യൂവിൽ നിന്ന് പാസും എടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി കൊടുത്തിട്ടാണ് കയറേണ്ടത്. നമ്മുടെ ഗൈഡ് ഒരു പട്ടിയുണ്ട് കേട്ടോ, ഏറ്റവും മുമ്പിൽ പോകുന്നുണ്ട്. നമുക്ക് താഴെ ചെറുതായിട്ട് ഫോഗൊക്കെ കിടക്കുന്നതാണ്. ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളുണ്ട് താഴ്ഭാഗത്ത്. ഇതുപോലെ മനോഹരമായിട്ടുള്ള കുറേ പൂക്കൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അതാട്ടോ. അവിടെ നമ്മളിവിടെ കയറിയായിരുന്നു. പിന്നെ താഴെയുള്ള റിസോർട്ടാണ്. സൺറൈസ് പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് കുരിശിൻ്റെ വഴിക്ക് ഇതിലെ ആൾക്കാർ പോകുന്നതാണ്. ഏകദേശം വൺ സൈഡ് തന്നെ 2.5-3 കിലോമീറ്റർ നടക്കാനുണ്ട്. ആ രീതിക്ക് നിങ്ങൾ ഒരുങ്ങിയിട്ട് വേണം വരാൻ. നമ്മൾ കയറുന്ന ചൊക്രമുടി എന്ന് പറഞ്ഞാൽ 2 മലയാണ് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ തേയിലത്തോട്ടവും ഗ്യാപ്പ് റോഡും നമുക്ക് കാണാൻ പറ്റും. എൻട്രി തുടങ്ങുന്ന സമയത്ത് തന്നെ കയറി കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല കാഴ്ചകൾ കാണാം. ഒന്ന് ഗ്യാപ്പ് റോഡാണ്. ഒരുപാടുണ്ട് കേസ് പോകാനായിട്ട്. നമുക്ക് ഒന്ന് കയറി നെക്സ്റ്റ് ഇറങ്ങി വീണ്ടും അപ്പുറത്തെ മലയിലേക്ക് കൊടുക്കുക. അങ്ങനെ ആദ്യത്തെ മലയുടെ പകുതി എത്തിയപ്പോൾ തന്നെ സൺറൈസ് കണ്ടു. ലോകത്തിലും ഫോഗുണ്ട്. ഈ കാണുന്നൊരു പാടം കേട്ടോ. ആ പാടത്തിൻ്റെ മേലെ നോക്കിയാൽ ഫോഗ് അടിച്ചെടുക്കുന്നത്. അങ്ങനെ സൺറൈസ് കഴിഞ്ഞു. നല്ലൊരു സ്കൈ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ പെട്ടി നമ്മൾ താഴെ തൊട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന കേട്ടോ. അവിടെ കുറച്ച് നേരം സൺറൈസ് കണ്ട് വീണ്ടും നമ്മൾ കയറാൻ തുടങ്ങി. നമുക്ക് ബേസ് ക്യാമ്പിൽ തന്നെ ഓരോ ആൾക്കും ഒരു കുപ്പി വെള്ളവും ബിസ്ക്കറ്റും കിട്ടും. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വെള്ളവും കാര്യങ്ങളൊന്നും എടുക്കണമെന്നില്ല. ട്രക്കിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ഷൂവും ഡ്രസ്സും ഇടുക. കാരണം വൺ സൈഡ് തന്നെ ഏകദേശം 2 മണിക്കൂറിന് മേലെ നടക്കാനുണ്ട്. അത്യാവശ്യം കുത്തനെയുള്ള കയറ്റങ്ങളും പാറകളുമാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ചൊക്രമുടീൻ്റെ ടോപ്പിലേക്ക് പോകുന്തോറും മരങ്ങളൊന്നും തീരെയില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലും കൊള്ളാൻ ചാൻസ് ഉണ്ട്. അത് തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കാഴ്ചകൾ കാണുമ്പോൾ ആ ഒരു ക്ഷീണവും നമുക്കുണ്ടാവില്ല. മേലേക്ക് പോകുന്തോറും താഴെയിട്ടുള്ള കാഴ്ചകളും മനോഹരമായിരിക്കും. അങ്ങനെ ഒരു മല കയറിയിട്ട് വീണ്ടും ചെറിയൊരു ഇറക്കമാണ് വരുന്നത്. അതിനുശേഷം അടുത്തൊരു മല വീണ്ടും. പോകുന്ന വഴിക്ക് സ്വർഗത്തിലെത്തിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറേ ചെടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ബിസ്ക്കറ്റൊക്കെ തിന്ന് അത്യാവശ്യം സമയമെടുത്തിട്ടാണ് ഞങ്ങൾ മല കയറിയത്. ഇനി ഈ കാണുന്ന കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലാണ് എത്തേണ്ടത്. താഴെ കിടന്ന ആ മലയിൽ നിന്നാണ് നമ്മൾ വന്നത്. അത് ഓൾറെഡി കയറി ഇറങ്ങി വീണ്ടും അടുത്ത മലയിലേക്കുള്ള കയറ്റമാണ്. ഈ കാണുന്നത് ഗ്യാപ്പ് റോഡിൻ്റെ ടോളാണ്. അതിമനോഹരമായിട്ടുള്ള ഗ്യാപ്പ് റോഡും ആ തേയിലത്തോട്ടവും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. കിലോമീറ്ററിലോളം പറന്ന് കിടക്കുന്ന തേയിലത്തോട്ടം, അതിൻ്റെ മേലെ മഞ്ഞ് മൂടി കിടക്കുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയും കൊണ്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. നല്ല സീനിക്കായിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റി. ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇവിടെ ആൾക്കാർ കയറുന്നതിന് ലിമിറ്റേഷൻ കാണിക്കുന്നുണ്ട്. ഒരു ദിവസം 200 പേരാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ അത് ഉണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. ഇവിടെ വന്ന എല്ലാവരും കയറുന്നുണ്ട്. അങ്ങനെ ഏറ്റവും മേലേക്ക് ഏകദേശം എത്തി. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇവിടെ കുറച്ച് വെറൈറ്റി മരങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഈ താഴെ കാണുന്ന ചെടിയെല്ലാം നീലക്കുറിഞ്ഞിയായിരുന്നു. ഇതാണ് ആ മലയുടെ ഏറ്റവും ടോപ്പ്. ഇവിടം വരെയാണ് നമുക്കിപ്പോൾ നിലവിൽ പോകാൻ പറ്റുന്ന ഏരിയ. ആണോ? ആ പറയൂ. എത്തി പറഞ്ഞു ഗൈസ്, ഇവിടെ ഏറ്റവും ആദ്യം എത്തിയത് ഞാനാണ്. ഏറ്റവും അവസാനം എത്തിയത് ഇവര് മേളിലെത്തുമ്പോ ഗൈഡ് പറഞ്ഞു നമുക്ക് തിരിച്ചറിയി പോവാന്ന്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഫോർ പീപ്പിൾ നല്ലോണം എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ആകെ ഇച്ചിരി വന്നോളൂ. നേരെ മുന്നിൽ കാണുന്ന ആമലയാണ് ഏറ്റവും പീക്കിലുള്ളത്. പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ മല കയറി കുറേ കാഴ്ചകൾ കണ്ടവർ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഞങ്ങളിവിടെ ഏകദേശം കുറേ നേരം ഇരുന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ടാണ് താഴോട്ട് മടങ്ങാൻ തീരുമാനിച്ചത്. താഴോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതേ മഞ്ഞ് കയറി വരുന്നു. എന്നാൽ അതിൻ്റെ കാഴ്ചകളോട് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് വീണ്ടും അവിടെ നിന്നത് എന്തായാലും വേസ്റ്റ് ആയില്ല. കിഡിലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കവിടെ നിന്ന് കിട്ടിയത്. മുമ്പിൽ നമ്മൾ കണ്ട ആ മല മൂടുന്ന രീതിയിൽ മഞ്ഞങ്ങ് കയറി. ഈ മലയിൽ ഈ കാണുന്നതെല്ലാം നീലക്കുറിഞ്ഞിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വെറൈറ്റി മരമാണ്. ഇതിൻ്റെ പേരറിയുന്ന ഒരു കമൻറ്റ് ചെയ്യണേ. താഴെ കൂടെ KSRTC പോകുന്ന ഇവിടെ നോക്കി കാണാം. നീലക്കുറിഞ്ഞി കേട്ടോ.
ഇതാണ് സാധനം. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പെടയായിരിക്കും. ഞങ്ങൾ തിരിച്ച് ഓൾമോസ്റ്റ് താഴെത്തി. ഇപ്പോൾ അത്യാവശ്യം നല്ല കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മേലെ ഇത്രയും കാറ്റില്ല, താഴേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല കാറ്റ്. ഇതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. തിരിച്ച് ഞങ്ങൾ അവിടെ എത്തി. 2 സൈഡിലേക്കും കൂടെ ഏകദേശം 4-5 മണിക്കൂർ എടുത്തു ഞങ്ങൾ നടക്കാൻ. ഞങ്ങൾ പതുക്കെ റെസ്റ്റ് ചെയ്ത് പോയത് കൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ആ മലയുടെ ടോപ്പിലാണ് നമ്മളിപ്പോൾ പോയത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ച് അക്ഷയൻ്റെ വീട്ടിലേക്കാണ് യാത്ര. പോകുന്ന വഴി നമ്മൾ ഗ്യാപ്പ് റോഡിൽ കൂടെയാണ് പോയത്. മൂന്നാർ ടൗൺ കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് അതിലേ അങ്ങ് പിടിച്ചത്. എല്ലാവരും നല്ല ടയേർഡാണ്. മലയുടെ മേലെ നിന്നുണ്ട് ആ ടോൾ പ്ലാസയാണിത്. എല്ലാവരുടെ റീൽസിലും സോഷ്യൽ മീഡിയയിലും ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ടത്. നേരെ മുന്നിൽ കാണുന്നതാണ് മൂന്നാർ ടൗൺ. ടൗണിലേക്കുള്ള വഴി നല്ല തിരക്കായതുകൊണ്ട് അതിന് പാരലായിട്ട് ഒരു ഊടുവഴിയുണ്ട്. ഞങ്ങൾ അതിലേ പോയി. പോകുന്ന വഴി ഇതുപോലെ മനോഹരമായിട്ടുള്ള കുറേ ചെടികളൊക്കെ കാണാൻ പറ്റും. ഇടുക്കിയിലെ ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ജക്രാത എന്ന് പറയുന്ന ചെടിയാണിത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഈവനിങ് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. സൺസെറ്റ് കാണാൻ വന്ന ലൊക്കേഷനിലും ഈ മരം തന്നെ ഇവിടുത്തെ മെയിൻ. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല. എന്തായാലും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ മേലെ ഒരു സ്പോട്ടിലേക്ക് ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ ഇരുന്നതിൻ്റെ മുമ്പിലുള്ള ഒരു റിസോർട്ടാണ് ഈ കാണുന്നത്. രാത്രിയിൽ കോടമഞ്ഞ് ഫുള്ള് മൂടിക്കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. അങ്ങനെ ഈ മനോഹരമായ ഒരു കാഴ്ചകൾ കണ്ടിട്ടുള്ള ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മളെപ്പോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും.